പാർലമെന്റ് ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു വലിയ വാർത്ത എന്ന് പറയുന്നതാണ് ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പാർലമെന്റ് വളപ്പിൽ BJP എംപിമാരുടെ ഒരു പ്രതിഷേധം ആരംഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എംപിമാർ പ്രതിഷേധവുമായി എത്തി. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പ്രസ്താവനയെ ചൊല്ലിയാണ് ഇരുവിഭാഗവും അവിടെ സമരപരിപാടികൾ നടത്തിയത്. അങ്ങനെ ഈ BJP നടത്തുന്ന സമരത്തിന്റെ അങ്ങോട്ടേക്ക് ഈ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം വരികയും അവരെ BJP എംപിമാർ തടയുകയുമായിരുന്നു. തുടർന്ന് അവിടെ ഉന്തും തള്ളും നടക്കുകയും പ്രിയങ്ക ഗാന്ധിയെയും ഖാർഗെയെയും കയ്യേറ്റം ചെയ്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. BJP പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇതിന് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി തങ്ങളുടെ എംപിമാരെ തള്ളിയപ്പോൾ തങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ ശ്രീ അമിത്ഷാ പറഞ്ഞത് ഈ ഭരണഘടന ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് കോൺഗ്രസ് ആണ് എന്ന എണ്ണമിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്ത് ഈ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്നും അംബേദ്കർ എന്നുള്ള വിളി ഉയർന്നു. ആ സമയത്ത് അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ എന്ന് വിളിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് ഒരു പാഷനായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ഈ ഭരണഘടന ദുരുപയോഗം ചെയ്തത് അവരാണ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിൻ്റെ ഈ ഒരു വരിയാണ് ഈ കോൺഗ്രസ് ഒരു പ്രതിഷേധത്തിന് കാരണമായി എടുത്തത്. ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനെതിരെയാണ് BJP എംപിമാർ അവിടെ പ്രതിഷേധം നടത്തി. ഏതായാലും ഒരു വളരെ കാലത്തിന് ശേഷം മുൻപ് സംഘർഷങ്ങൾ നടന്നതായി നമുക്ക് വാർത്തകൾ അറിയാൻ കഴിയും. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇരുവിഭാഗവും പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇരുവിഭാഗവും അവിടെ തന്നെ തമ്പടിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും ഖാർഗെയും ഒക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. കോൺഗ്രസ് എംപിമാരും അവിടെ തന്നെ ഉണ്ട്. ഏതായാലും അകത്തുള്ള സംഘർഷം ഇപ്പോൾ പാർലമെന്റിന്റെ പുറത്തേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.